വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ പ്രയാസത്തിലായിരിക്കുകയാണ് കോഴിക്കോട് പന്തീരാങ്കാവിലെ ജനങ്ങൾ. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായി 1 മാസമായിട്ടും പുതിയ വില്ലേജ് ഓഫീസർ എത്തിയിട്ടില്ല. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ മടങ്ങിപ്പോകുന്നത് ഇവിടെ നിത്യസംഭവമാണ്. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായതോടെയാണ് ഈ നാട്ടുകാർ ദുരിതത്തിലായത്. പകരം വില്ലേജ് ഓഫീസർ എത്താത്തതാണ് ഇവരുടെ ദുരിതത്തിന് കാരണം. കണ്ണൂർ പാലോട് സ്വദേശി MP അനിൽകുമാറായിരുന്നു ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. പെട്രോൾ പമ്പിനായി സ്ഥലം തരം മാറ്റുന്നതിന് 2 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇതിന്റെ ആദ്യ ഗഡുവായ 50,000 രൂപ കൈപ്പറ്റുന്നതിനിടെ അനിൽകുമാറിനെ വിജിലൻസ് പിടികൂടി. സംഭവം നടന്ന് 1 മാസമായിട്ടും പുതിയ വില്ലേജ് ഓഫീസർ എത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ തരം മാറ്റൽ, വിവിധ ഇനം സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷൻ, വിദ്യാർത്ഥികൾക്കുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്നിവയൊന്നും നടക്കുന്നില്ല. ഇതോടെ ഇവിടെ എത്തുന്നവർ മടങ്ങിപ്പോകുകയാണ്. വിദ്യാർത്ഥികൾക്ക് വരുമാന സർട്ടിഫിക്കറ്റുകൾ ലഭിക്കേണ്ട സമയമാണിത്. എഞ്ചിനീയറിങ്, അതേമാതിരിയുള്ള ബിരുദാനന്തര ബിരുദത്തിനുള്ള എല്ലാ ആവശ്യത്തിനും വില്ലേജ് ഓഫീസറെ ഇവിടെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. പിന്നെ ഭൂമി തരം മാറ്റലിൻ്റെ ഒരുപാട് രേഖകൾ, 1 വർഷത്തോളമായിട്ടുള്ള രേഖകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ആ രീതിയിൽ ജനങ്ങളെ എല്ലാം തന്നെ വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസ് നീങ്ങുന്നത്. ഇവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന ജനങ്ങൾ പന്തീരാങ്കാവിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് ഏകദേശം 65 രൂപ കൊടുത്തിട്ട് വേണം ഇവിടെ എത്താൻ. ഇവിടെ എത്തുമ്പോൾ ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ല, നിങ്ങൾ നേരെ പെരുമണ്ണ പോയിട്ട് ആ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് അയക്കുകയാണ് ജനങ്ങളോട് ഇവിടെയുള്ള ബാക്കി ഉദ്യോഗസ്ഥന്മാർ. അല്ലെങ്കിൽ പെരുമണ്ണ വില്ലേജിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒളവണ്ണ വില്ലേജിൽ കുന്നത്തുപാലം പോയിട്ട് ആ കാര്യം നടത്തണം. അപ്പോൾ ആ വില്ലേജ് ഓഫീസർ മറ്റ് മീറ്റിങ്ങിലോ മറ്റോ ആണെങ്കിൽ ഈ ആവശ്യത്തിന് വരുന്ന ജനങ്ങൾക്ക് ഒരു കാര്യം നടക്കാതെ ജനങ്ങൾ നട്ടം തിരിയുന്ന ഒരു ഗതികേടിലാണ്. വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ വില്ലേജ് ഓഫീസർ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഒരുപാട് രേഖകളുണ്ട്. സ്കെച്ച്, സർവേ സ്കെച്ച്, അതേമാതിരിയുള്ള അടങ്കൽ, ഇതേപോലെയുള്ള പല കാര്യങ്ങളും രജിസ്ട്രേഷന് വേണ്ടി നടക്കുന്നുണ്ട്. എന്നാലേ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ, റവന്യൂ വരുമാനത്തിന് വരുമാനം ഉണ്ടാവുകയുള്ളൂ, ബന്ധപ്പെട്ട ആളുകൾക്ക് ആ രജിസ്ട്രേഷൻ നടത്തി കിട്ടുള്ളൂ. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസറാണ് അറസ്റ്റിലായതെങ്കിലും ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് തങ്ങളാണെന്ന് നാട്ടുകാർ പറയുന്നു. നിയമനം വൈകുന്നത് ഈ നാട്ടുകാരുടെ പ്രയാസങ്ങൾ ഇരട്ടിയാക്കുന്നുണ്ട്. അടിയന്തര നടപടി ഉണ്ടായേ മതിയാകൂ. പന്തീരാങ്കാവിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീസി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ദൈനംദിന ആവശ്യങ്ങൾക്കായി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫീസാണ്, സർക്കാർ ഓഫീസാണ് വില്ലേജ് ഓഫീസ്. അവിടെ വില്ലേജ് ഓഫീസർ ഇല്ല എന്നത് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. അവരുടെ പല ആവശ്യങ്ങളും മാറ്റിവെക്കുകയോ അതിനായി കൂടുതൽ ദൂരം യാത്ര ചെയ്യുകയോ തുടർച്ചയായി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ആ മേഖലയിലുണ്ട്. എന്താണ് നാട്ടുകാർക്ക് കൂടുതലായി പറയാനുള്ളതെന്ന് കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വില്ലേജ് ഓഫീസർ ഇല്ല, അപ്പോൾ നാളെ വരാൻ പറഞ്ഞു. ഇനി നാളെ വന്നിട്ട് ഓല് ഉണ്ടെങ്കിൽ തരാമെന്ന് അതാ പറഞ്ഞത്. വന്ന് മടങ്ങി പോവാണ്, ആളില്ല അതിനെക്കൊണ്ട്. അപ്പോൾ ഇവിടെ ഒരാളൊരാവശ്യം നടത്തണമെങ്കിൽ വ്യക്തമായിട്ട് എവിടെ പോകണം, ഒളവണ്ണ പോകണോ, പെരുമണ്ണ പോകണോ, പന്തീരാങ്കാവിലെ ഓഫീസിൽ വരണോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അവർക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങളാരെങ്കിലും വിളിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന് അപ്പോഴേക്കും നമ്മൾ മറ്റേ വില്ലേജ് ഓഫീസറെ വിളിച്ച്, അപ്പോൾ ഇന്ന് പെരുമണ്ണയാണെങ്കിൽ പെരുമണ്ണ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. 1 മാസത്തോളമായി വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റുകളും ഇതുവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് വളരെയധികം വിഷമത്തിലാണ് നാട്ടുകാർ. അത്രയും വേഗം അതിനൊരു ആളെ നിയമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സാധാരണ ജനങ്ങൾ ഒരുപാട് പേപ്പർ വർക്കുകൾക്ക് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ പെരുമണ്ണയിലെ വില്ലേജ് ഓഫീസർ ആണ് നിലവിൽ വന്നിട്ട് അവരെ ഒഴിവിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൂടെ ചെയ്യുന്നത്. അപ്പോൾ പന്തീരാങ്കാവിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ വിഷയത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധി ഞങ്ങൾ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഇടപെടൽ വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ ഒരു ഇടവേളയിലേക്ക് കൂടി കടക്കുന്നു.